പ്രത്യേകിച്ച് ഒരു പുതുമയില്ലാത്ത കഥ, ട്വിസ്റ്റുകൾ, നടക്കാൻ പോകുന്ന എല്ലാ ഈവന്റ്സും പ്രെഡിക്റ്റബിൾ. എന്നിട്ടും നമ്മളെ ത്രൂ ഔട്ട് എൻജോയ് ചെയ്യിപ്പിച്ച്, കൈയടിപ്പിച്ച്, വിസിലടിപ്പിച്ച്, എന്റർടൈൻ ചെയ്ത് ഇരുത്തുന്നുണ്ടെങ്കിൽ ഫോൾഗ എന്ന സിനിമ നമുക്ക് ബാങ്ങർ എന്ന് തന്നെ പറയാം. ഫോൾഗ എന്ന സിനിമയുടെ റൈറ്റിംഗ് ആൻഡ് എക്സിക്യൂഷൻ അതാണ് വിന്നർ. ഒരു ക്ലീഷേ പടത്തില് അത്യാവശ്യം കുറച്ച് ഉപ്പും മുളകൊക്കെ വാരി വിതറിയിട്ട് രണ്ട് നല്ല കിടിലൻ കാസ്റ്റിനെ ആഡ് ചെയ്ത് ക്ലാസിക് മ്യൂസിക്കിനെ റീഇൻവെന്റ് ചെയ്ത് സ്റ്റൺസും കൂടെ ആഡ് ചെയ്തപ്പോൾ ഈ പടത്തിന്റെ ഒരു കംപ്ലീറ്റ് മൂഡ് തന്നെ അങ്ങ് മാറുകയാണ്. ആദ്യത്തെ അരമണിക്കൂർ മാത്രം ഒരു വലിയ ഇമ്പാക്ട് ഫീൽ ചെയ്തില്ല, പക്ഷെ അന്നേരം ബോർ അടിപ്പിക്കില്ല. പക്ഷെ അപ്പോഴും റയൻ ഗോസ്ലിംഗ് ആൻഡ് എമിലി ബ്ലണ്ടിന്റെ ആ റൊമാൻറ്റിക് കെമിസ്ട്രി ആൻഡ് അവരുടെ ഓരോ സീൻസ്, അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. അത്രയും റീസെന്റ് ബെസ്റ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് റൊമാൻസ് ആണ് അവരിതിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ രണ്ട് ക്യാരക്ടേഴ്സ് കോൾട്ട് ആൻഡ് ജോഡി അവരെന്തൊരു പ്രത്യേക തരം ഒരു മാജിക്കൽ ഓറ അല്ലെങ്കിൽ എന്തൊരു പ്രസൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ആഗ്രഹം വരില്ല അവർ ലാസ്റ്റ് ഒന്നിക്കണം, അല്ലെങ്കിൽ ദേ ആർ മേഡ് ഫോർ ഈച്ച് അതർ, അങ്ങനത്തെ ഒരു വൈബാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇത്രയും ഫീൽ വന്ന വേറൊരു കാരണം ഇതിലെ റൈറ്റർ ചെയ്ത പണിയാണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് വെൽ റിട്ടേൺ ആണ്. സീൻസ് ആണെങ്കിൽ പോലും എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായി. ഇതില് സപ്പോർട്ടിങ് ആക്ടേഴ്സിന് പോലും ഭയങ്കര മെമ്മറബിൾ ആണ്, അത്രയും നന്നായിട്ട് എഴുതിയോണ്ട്. ആകെ വില്ലൻ ക്യാരക്ടേഴ്സിനെ കുറച്ച് മോശമായിട്ട് എഴുതിയിട്ടുണ്ടായി, പക്ഷെ അപ്പോഴും ഡേവിഡ് ലീച്ച് എന്ന ഡയറക്ടർ തന്നെ എല്ലാം കൂട്ടിപ്പിടിക്കുന്നുണ്ട്. 2 വർഷം മുന്നേ ലോസ്റ്റ് സിറ്റി എന്ന സിനിമ കണ്ടു. ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കിഡിലൻ കാസ്റ്റ് ആയിരുന്നു. ബ്രാഡ് പിറ്റ് കിഡ്സ്, ബ്രാഡ് പിറ്റിനെയൊക്കെ പട്ടീനെ പോലെയാണ് കൊല്ലുന്നത്. പഴഞ്ചൻ കഥ അതിനെ വീണ്ടും ഒരു പഴഞ്ചനാക്കി, കുറെ ഊള കോമഡിയും കുറെ ഊള റൊമാൻസും. പക്ഷെ ഒരു ബെറ്റർ ഡയറക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ പടം ഫാർ ബെറ്റർ ആയനെ. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോൾഗായി റൈറ്റർ ഡയറക്ടർ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. 2 hours 6 minutes ആണ് സിനിമയുടെ റൺ ടൈം. പടം തുടങ്ങുന്നേ അറിയുള്ളൂ, പിന്നെ നമ്മൾ വാച്ച് പോലും നോക്കില്ല, അത്രയും നമ്മളെ എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട് ഈ സിനിമ. പിന്നെ എടുത്തു പറയുന്നതിൽ മ്യൂസിക് ആണ്. കിസ് ബാൻഡിന്റെ പഴയ ഐ വാസ് മെയ്ഡ് ഫോർ ലവിങ് യു ബേബി എന്നൊരു പാട്ട് ഇതിൽ റീഇൻവെന്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സോങ്ങും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കംപ്ലീറ്റ് സിനിമയുടെ വൈബ് മാറ്റാണ്. ആ പഴയ പാട്ട് നമ്മളെ പ്ലേലിസ്റ്റിൽ ഇടം പിടിക്കും. ഇതിലെ ആക്ഷൻ കോറിയോഗ്രഫി, കോസ്റ്റ്യൂം, മേക്കപ്പ്, സ്റ്റണ്ടബിൾസ് എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടത് നല്ല കിഡിലൻ വിഷ്വൽസ് ആൻഡ് ക്യാമറ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗും അടിപൊളിയായിട്ടുണ്ട്. VFX നല്ല വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കഥ എന്ന സാധനം നോക്കി പോരുത്. നമ്മൾ കണ്ടു വളർന്നൊരു സംഭവമൊക്കെ തന്നെ ഉള്ളു ഇതിൽ. വില്ലന്മാരാണെങ്കിൽ എല്ലാവരും ടിപ്പിക്കൽ, അവരുടെ റീസൺസും അതേപോലെ തന്നെ. നമുക്ക് ചില സിനിമകൾ തോന്നൂലേ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കാണിച്ചായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടും ഫോൾ ചെയ്യുന്ന സിനിമ തീരുമ്പോൾ. ആക്ഷൻ വേണോ? അതുണ്ട്. റൊമാൻസ് വേണോ? അതും ഉണ്ട്. ഇമോഷൻസ് വേണോ? അതും അത്യാവശ്യമുണ്ട്. ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട ഒരു എന്റർടൈനർ ആണ് ഫോൾ ഗായ്.